രേണുസുധിയുടെ ഒരു ലൈവ് വീഡിയോ അത് ഒരു ചേട്ടനെടുത്ത് പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. മാസ്റ്റർ മൈൻഡ് മനു ചേട്ടനെതിരെയൊക്കെ രേണുസുധി കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ എന്തേലൊക്കെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണല്ലോ കേസ് കൊടുക്കാൻ. നിങ്ങള് സബ്സ്ക്രിപ്ഷന്റെ അകത്ത് ലൈവ് ഇട്ടിട്ട് അതിന്റെ അകത്ത് കാണിച്ചു കൂട്ടിയ വൃത്തികേടിന് പുതിയ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങള് ആ എക്സ്പ്ലനേഷനിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നാണം ഉണ്ടോ നിനക്ക്? നാറികളെ, നാണം ഉണ്ടോ? നാറിയ തള്ളയെ നിങ്ങൾക്ക് ഉണ്ടോ? ഇതാണ് എനിക്ക് നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് നാണം എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? രേണുസുധിയാണ്. രേണുസുധിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറി ഇരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്തു വിടുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. സബിനകത്ത് ലൈവ് വരുന്നുണ്ട്. ഞാൻ അത് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തതല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് പോയതാണ്. മനസ്സിലായി, ഒരുപാട് നാളായി ലൈവ് പോയിട്ട്. അങ്ങനെ ലൈവ് പോയതാണ്. ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്തു വിട്ടിട്ടുള്ളത്. ഏതാളും ഏത് നാറിയാണെങ്കിലും നാണം കെട്ട നാറികളെ, ഇതൊക്കെയാണോ നിന്റെ പരിപാടി? നാണമില്ലാത്ത നാറികളെ. എടാ, എന്റെ ചുണ്ട് നിങ്ങൾ നോക്കും. ഇത് കേട്ട, ഈ ചുണ്ട് പൊട്ടിയിരിക്കണം. കുറച്ച് ദിവസം എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ അതാണ് ലൈവിൽ വന്ന് കാണിച്ചു തന്നത്. നിങ്ങളുടെ ഇങ്ങനെ ശരിക്കും അതാണോ നിങ്ങൾ വന്ന് കാണിച്ചേ? എന്നിട്ട് നിങ്ങളുടെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ അതില്, കടിക്കരുത് പൊട്ടിയിരിക്കുക എന്നുള്ളത്. തങ്കച്ചനോടായിരിക്കുമല്ലേ ആ ഡയലോഗ് പറഞ്ഞത്? എന്നിട്ട് എക്സ്പ്ലനേഷനായിട്ട് ഇറങ്ങിയേക്കുന്നതും തങ്കച്ചന് വേണ്ടിയാണോ? ഇങ്ങനെ കാണിച്ചു തന്നത് മനസ്സിലായോ? നീ എന്താ ഓർത്ത ഞാൻ ഇനി ലൈവ് പോകത്തുള്ളൂ പറഞ്ഞു? ഞാൻ ഇനിയും ലൈവ് പോകും. ഞാൻ എനിക്ക് നിന്നെ പേടിച്ചിട്ടേ ലൈവ് പോകാതിരിക്കാൻ പറ്റില്ല. നീ വന്ന് ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് ഫോട്ടോ ഇടടാ. ഞാൻ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി മാത്രം എന്ത് മാങ്ങത്തൊലിയാണോ എന്തോ ഉള്ളത്. പട്ടി വെള്ളം കുടിക്കത്തില്ല കണ്ടു കഴിഞ്ഞാ. നിങ്ങളുടെ ആ ലൈവില് നിങ്ങളുടെ ചുണ്ടിരിക്കുന്നത് നിങ്ങളുടെ നെഞ്ചത്തും വയറത്തും ആയിരിക്കും അല്ലേ നിങ്ങളുടെ ചുണ്ടിരിക്കുന്നത്? നമ്മളൊക്കെ ചുണ്ട് കാണിച്ചു കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചുണ്ട് മാത്രമായിട്ടാ കാണിച്ചു കൊടുക്കുക. നിങ്ങള് ചുണ്ടിരിക്കുന്നത് നെഞ്ചത്തും വയറത്തും ആയതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾ അവിടെ മൊത്തത്തിൽ കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ അല്ലെ. എന്നിട്ട് നാവുകൊണ്ടുള്ള ഒരു വേണ്ട എനിക്ക്. നമ്മളൊക്കെ ചുണ്ട് പൊട്ടിയിടണമെന്ന് രണ്ട് ചുണ്ടും കൂടെ അടച്ചു വെച്ചിട്ട് കണ്ടോ പൊട്ടിയിട്ടിരിക്കുന്നു എന്ന് പറയും. അല്ലാണ്ട് കടിക്കല്ലേ, പൊട്ടിയിരിക്കുക, ചുണ്ടിന്റെ മുകള നാവുകൊണ്ടുള്ള ഒരു വൃത്തികെട്ട ആക്ഷൻസ് ഒന്നും നമ്മൾ ആരും കാണിക്കാറില്ല. ഇതൊക്കെ നിങ്ങൾ പറയുന്നത് ചുണ്ട് പൊട്ടിയതിന്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവിക്കൽ അടിച്ച് പൊട്ടിക്കുന്നോളെ. കാണുന്നവര് പൊട്ടന്മാരൊന്നും അല്ല. നിങ്ങൾ എന്ത് കള്ളത്തരം വന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ വേണ്ടിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ വാഴകളുണ്ട്. അതങ്ങൾ ചിലപ്പോ വിശ്വസിക്കുമായിരിക്കും എന്ന് കരുതി എല്ലാവരെയും ആ കൂട്ടത്തിൽ കൂട്ടെല്ലാം വെച്ച് നിങ്ങള് കേട്ടാ. ഉളുപ്പ് എന്ന് പറയുന്ന സാധനമില്ല. ഓരോന്ന് ചെയ്തു വെച്ചിട്ട് അത് പുറത്ത് വരുമ്പം അതിന് എക്സ്പ്ലനേഷൻ ആയിട്ട് ഒരു നാണോ മാനോ ഇല്ലാണ്ട് വരും. എന്നാ അതില് വല്ലതും ഉണ്ടാവോ? ഞാൻ ഈ വോയിസ് മാത്രം ചെയ്യുന്നോണ്ട് എന്റെ ഇതില് ഇത് മോണിറ്റൈസേഷന്റെ ഇഷ്യൂ വരുന്നോണ്ട് മാത്രമാണ് തള്ള നിങ്ങളുടെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്ത് വെക്കാതെ. അല്ലെങ്കിൽ ഞാൻ എടുത്ത് വെച്ചേനെ എല്ലാ കോപ്പും. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ കാണിക്കുന്ന വൃത്തികേടുകളൊന്നും എടുത്ത് ഞാൻ വെക്കാതെ. കാരണം എനിക്ക് മോണിറ്റൈസേഷൻ ഓൺ ആവത്തില്ല. കാരണം അമ്മാതിരി വൃത്തികേടുകളാണല്ലോ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ. അതുകൊണ്ട് മാത്രം നാശം പിടിച്ച വൃത്തികേട്ട ഒരു 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 ഉളുപ്പില്ലാത്ത തള. എന്നിട്ട് പോയിട്ട് കേസ് കൊടുത്തേക്കുന്നത് എന്ത് ഉണ്ടാക്കാനാ നിങ്ങൾ ആ മനുച്ചേട്ടന്റെയും വിവിച്ചേട്ടന്റെയും ഡീക്കോട്ടിന്റെ ഒക്കെ വിച്ചുചേട്ടന്റെ ഒക്കെ പേരിൽ കൊണ്ടുപോയി കേസ് കൊടുത്തേക്കുന്നേ? നിങ്ങളുടെ ഈ വൃത്തികേട്ട മറ്റേതും മറിച്ചതും വെച്ചിട്ടുള്ള കളി എടുത്ത് പുറത്തോട്ടിട്ടെന്ന് വെച്ചിട്ടോ അതും പറഞ്ഞിട്ടാണോ നിങ്ങൾ കേസ് കൊടുത്തേക്കുന്നേ? ഇതൊന്നും കേസ് എടുക്കാൻ പറ്റത്തില്ല. അമ്മാതിരി വൃത്തികേടാണ് നിങ്ങൾ കാണിച്ചേക്കുന്നേ. നിങ്ങളുടെ അക്കൗണ്ട് കൂട്ടി പോവായിരിക്കും. അല്ലാണ്ട് കേസ് എടുക്കാനൊന്നും പറ്റത്തില്ല ഇമാതിരി വൃത്തികേടുകൾക്ക്. മനസ്സിലായോ? പറഞ്ഞിട്ടും കാര്യമില്ല, നന്നാവത്തും ഇല്ല, ബാക്കിയുള്ള ആൾക്കാരോട്ട് നന്നാക്കത്തും ഇല്ല. ഒരുമാതിരി മറ്റേ എടുത്ത പരിപാടിയും കാണിച്ചു ഇറങ്ങിയേക്കോ നാശം പിടിച്ചതള്ള. ശരിയെന്നാ.